ഹായ് ഫ്രണ്ട്സ്. അപ്പം നാളെ നിങ്ങളെല്ലാവരും എമ്പുരാൻ കാണാൻ വേണ്ടി കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. കുറേ പേര് രാവിലെ 10 മണിക്കുള്ള ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, 9:30-ക്കുള്ള ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാട്, നാളെ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നത് എന്നുള്ളൊരു ചെറിയൊരു റിവ്യൂ പോലെ, ഒരു പ്രിവ്യൂ. അപ്പം ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ എനിക്ക് നല്ല രീതിയിലുള്ള പ്രതീക്ഷ തന്നിട്ടുണ്ട്. അതിന് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കിട്ടിയ ഇൻ്റർവ്യൂസിന് പോലും പൃഥ്വിരാജിൻ്റെ നേരത്തെ കഴിഞ്ഞ ലൈവിൽ പോലും പൃഥ്വിരാജ് പറഞ്ഞത് അമിതമായിട്ട് ഞാൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഏതൊരു OTT പ്ലാറ്റ്ഫോമിൻ്റെ ഒരാൾ പറഞ്ഞു ഈ സീനൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് കേട്ടപ്പോൾ ഞാൻ അത് ഇങ്ങനെയുള്ള രീതിയിലാണ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പൃഥ്വിരാജ് പിന്നെ പറയുകയാണ്, ഞാൻ അത് ചെയ്തിട്ടുണ്ട് സാർ, നിങ്ങളിപ്പോൾ അവിടെ ഇരിക്കുകയാണ് എന്നെനിക്കറിയാം, പക്ഷെ ഞാൻ ചെയ്തു സാർ എന്നുള്ള കോൺഫിഡൻസോടുകൂടി പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അത് സിനിമ തുടങ്ങി 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കുള്ള കാര്യമാണ് പുള്ളി പറഞ്ഞത്. എന്തായിരിക്കും നമുക്ക് അറിഞ്ഞുണ്ടെങ്കിൽ ഈ സിനിമ വേറെ ലെവലായിട്ട് പോകും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അമിത പ്രതീക്ഷയോടെ ഈ സിനിമയ്ക്ക് പോകരുത്. നിങ്ങൾ അമിത പ്രതീക്ഷയോടെ ഈ സിനിമയ്ക്ക് നിങ്ങൾ ഒരു സദ്യ കഴിക്കാൻ പോകുമ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ചിലപ്പം കടലപ്പായസമായിരിക്കും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ കടലപ്പായസം കാണില്ല, പക്ഷേ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. കടലപ്പായസം പ്രതീക്ഷിച്ച് പോയതുകൊണ്ട് ചിലപ്പം നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ പോയിട്ട് അടപ്പായസം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. അപ്പോൾ ആ രീതിയിൽ വേണം ഈ സിനിമയെ നിങ്ങൾ കാണാൻ പോകാൻ. അല്ലാതെ എനിക്ക് അടപ്പായസം മതി, എനിക്ക് കടലപ്പായസം മതി എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ കാണും, അതൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയാൽ ഇഷ്ടപ്പെടും സിനിമ. അല്ലാതെ സിനിമയിൽ നിങ്ങൾക്ക് എനിക്ക് മമ്മൂട്ടിയെ കാണണം, എനിക്ക് കമലഹാസനെ കാണണം, എനിക്ക് രജനീകാന്തിനെ കാണണമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം അമിത പ്രതീക്ഷകളില്ലാതെ പോയി തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഈ സിനിമ അങ്ങനെയാണ്. നമ്മൾ മോഹൻലാലിൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്കറിയാം. അമിത പ്രതീക്ഷയോടെ പോയിട്ട് എനിക്ക് അത് കിട്ടണമെന്ന് പറഞ്ഞ് പോയിട്ട് എനിക്ക് ലിജോ ജോസ് പല്ലിശ്ശേരി ഏറ്റവും വലിയ മാസ് കാണണമെന്ന് പറഞ്ഞ് പോയി കണ്ടവരൊക്കെ വെളിയിറങ്ങി വന്നിട്ട് ലിജോ ജോസ് പല്ലിശ്ശേരിയെ വരെ തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോയ മോഹൻലാൽ ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ അമിത പ്രതീക്ഷയൊന്നും വയ്ക്കാതെ നിങ്ങൾ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾ ഒരു പ്രതീക്ഷയും തലയിൽ കയറ്റി വയ്ക്കേണ്ട. അത് മാത്രമല്ല, നിങ്ങൾ 6 മണിക്കല്ല ഈ സിനിമ കാണാൻ പോകുന്നതെങ്കിൽ, അടുത്ത ഷോയ്ക്കാണെങ്കിൽ പോലും പോകുന്നതെങ്കിൽ നിങ്ങൾ ഫോണ് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വയ്ക്കുക. ആര് വിളിച്ചാലും സിനിമ കാണാൻ പോയ ആൾക്കാർ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക. കാരണം ഈ സിനിമയിൽ എന്തൊക്കെ സസ്പെൻസ് ഉണ്ടോ ആ സിനിമകൾ ആ സസ്പെൻസ് അതുപോലെ കിട്ടണമെങ്കിൽ നിങ്ങൾ അന്നത്തെ തന്നെ ഷോ കണ്ടിരിക്കണം. വേറെ ഇതിനെക്കുറിച്ച് ഒരു സെർച്ച് ചെയ്യാൻ പാടില്ല. ഇൻ്റർനെറ്റിൽ റിവ്യൂ പോലും നിങ്ങൾ നോക്കാൻ പാടില്ല. ഈ ടിക്കറ്റ് എന്തായാലും ബുക്ക് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പോയി സിനിമ കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അവർ ഇപ്പം നെറ്റിലെടുത്ത് എനിക്ക് അടുത്ത ഷോയ്ക്ക് എനിക്ക് പോകണം, സിനിമയുടെ ഫസ്റ്റ് ഷോയുടെ റിവ്യൂ നോക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് മറ്റോ വിളിച്ചുകൊണ്ടിരേ മമ്മൂട്ടി ഉണ്ടായി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും, കമലാസ് ഉണ്ടായി, രജനീകാന്ത് ഉണ്ടായി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർന്ന് സിനിമയിൽ നിങ്ങൾ പിന്നെ രജനീകാന്തിനെ നോക്കിയിരിക്കും. അല്ലാതെ സിനിമയിൽ സസ്പെൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നും അറിയാതെ പോയി കാണണം. നാളെ തന്നെ ഈ സിനിമ കണ്ട് തീർക്കണം നിങ്ങൾ. അല്ലാതെ മറ്റൊന്ന് ആയിക്കഴിഞ്ഞ് ഈ സിനിമ സസ്പെൻസ് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ചുമ്മാ പോയി സിനിമ കണ്ടിട്ട് പറഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ട് രാവിലെ തന്നെ പോയി കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് പോവുക. നാളെ തന്നെ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. പിന്നെ സസ്പെൻസ് അറിഞ്ഞിട്ട് പോയിട്ട് എന്തൊരു പടം എന്ന് പറഞ്ഞിട്ട് അതൊരു കാര്യമില്ല. എന്താ പടം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ സിനിമ സസ്പെൻസ് അറിയുന്നതിന് മുമ്പ് പോയി കാണണം. അല്ലാതെ അതുമല്ല അമിത പ്രതീക്ഷയോടുകൂടിയും പോകരുത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമ ഇത് നമുക്ക് പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കുറേ മല്ലിക സുകുമാരൻ്റെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് മമ്മൂട്ടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറും വ്യാസാലെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ പറയാമല്ലോ, ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ കാണും, മമ്മൂട്ടി, കമലഹാസൻ, രജനീകാന്ത്. ഞാൻ ഇപ്പം ഒരാളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ അയാൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. ഇതിലൊരാളുണ്ട്, അത് ഉറപ്പാണ്. അപ്പം നമുക്ക് നാളത്തെ പുലരിയെ വരവേൽക്കുവാൻ വേണ്ടി എമ്പുരാൻ്റെ നാളുകളാവട്ടെ, ഇനിയുള്ള നാളുകൾ തിയേറ്ററിൽ മാസാരവമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ആരൊക്കെയാണ് നാളെ ഈ സിനിമ കാണാൻ പോകുന്നത്, നിങ്ങളുടെ സമയം എത്ര മണിക്കാണ്, പിന്നെ ഏത് തിയേറ്ററിലാണെന്നും കൂടെ ഒന്ന് കമൻറ്റിൽ ചുമ്മാ ഇട്ടേ, ആൾക്കാരൊക്കെ ഒന്ന് അറിയിട്ടേ. ഓക്കെ, നന്ദി, നമസ്കാരം.